നമസ്കാരം. തൃശ്ശൂർ പൂരത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന രണ്ട് ദേവീദേവന്മാരാണ് നെയ്തലക്കാവിലമ്മയും അതുപോലെ തന്നെ കണിമംഗലം ശാസ്താവും. പൂരത്തിന് ആദ്യം മഴയും മഞ്ഞും വെയിലുമേൽക്കാതെ എത്തുന്ന കണിമംഗലം ശാസ്താവും അതുപോലെ തന്നെ ശക്തൻ്റെ പ്രിയപ്പെട്ട ദേവിയായ നെയ്തലക്കാവിലമ്മയും. ഇവരുടെ പൂരത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് വടക്കുന്നാഥൻ ക്ഷേത്ര സംരക്ഷണ സമിതി മുൻ സെക്രട്ടറിയായ ശ്രീ ഹരിഹരനാണ്. തൃശ്ശൂർ പൂരത്തിന് ആദ്യം വരുന്നത് കണിമംഗലം ശാസ്താവാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും ഈ പൂരത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ റോൾ എന്താണെന്ന് പറയാം. പൂരത്തിന് കണിമംഗലം ശാസ്ത്രം പറഞ്ഞ ദേവഗുരുവാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഗുരുവാണ്. അപ്പോൾ ദേവഗുരു വരുമ്പോൾ ഭഗവാനെ എനിക്കണം പറയാതെ അപ്പോൾ എന്ത് ചെയ്യും, ഒരു സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഗുരു വന്ന് തിരിച്ചു പോകണം. അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് തന്നെ കണിമംഗലത്തിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ഗോപുരത്തിൽ കൂടെ ആദ്യം കിടക്കാനുള്ള അവകാശം കണിമംഗലം ശാസ്താവിനാണ്. വിളംബരം നടത്തുന്ന തയ്യൽക്കാവ് ആദ്യം ക്ഷേത്രത്തിനകത്തേക്ക് വരുന്ന കണിമംഗലം ശാസ്താവ് ഗുരുവാണ് ആദ്യം വരണേ. ഗുരു വന്നിട്ട് വടക്കുന്നാനെ വണങ്ങാണ്ട് പുറത്തേക്ക് ഇറങ്ങുക ചെയ്യുക. എന്നുവെച്ചാൽ ഭഗവാനെ എനിക്കാൻ പാടില്ലല്ലോ. അത് കാരണം നേരെ സൂര്യോദയത്തിന് മുമ്പ് വന്ന് കണിമംഗലം ശാസ്താവാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കമിടുക. ഈ സമയത്ത് തിരുവമ്പാടിയിൽ നിന്ന് ഇത് അവിടുന്ന് പുറപ്പെടുമല്ലോ. തിരുവമ്പാടിയിൽ നിന്ന് ഏഴരയ്ക്കാണ് പുറപ്പെടുക. അവിടെ അതിന് മുമ്പ് ശാസ്താവ് തെക്കേ ഗോപുരം നടന്ന് പുറത്തേക്ക് വരുന്നുണ്ടാവും. കണിമംഗലം ശാസ്താവ് ദേവഗുരു ബൃഹസ്പതിയാണ്. ആ ബൃഹസ്പതിക്കുള്ള അധികാരമാണത്. അതും ഒരു പ്രധാനമാണ്. എന്ന് വെച്ചാൽ ആദ്യം തൃശ്ശൂർ പൂരം തുടങ്ങുന്ന കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പോട് കൂടിയാണ്. പിന്നെ നെയ്തലക്കാവ് ഭഗവതി, അത് ഇവരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവതിയാണ്. അപ്പോൾ പൂര വിളംബരം നടത്താൻ ഇവരെ അനുവദിച്ചു കൊടുത്തിട്ട് നെയ്തലക്കാവ് ഭഗവതിക്കാണ്. ഭഗവതി അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വന്ന് തെക്കേ ഗോപുരം വന്ന് തെക്കേ ഗോപുരം തുറക്കും. ആനയാണ് തുറക്കുക കേട്ടോ. ആൾക്കാരുടെ ആന തുറന്ന് പൂര വിളംബരം നടത്തുന്നൊരു ശ്രീമൂലസ്ഥാനത്ത് 3 ശംഖ് വിളിക്കും. 3 ശംഖ് വിളിക്കുന്ന പൂര വിളംബരം. അപ്പോൾ വടക്കുന്നാൻ്റെ മുമ്പിൽ ഞങ്ങൾ തയ്യാർ എന്ന് പറഞ്ഞ പോലെയാണ് പൂര വിളംബരം. അത് കഴിഞ്ഞ് തൃശ്ശൂർ പൂരത്തിന് ലഹരിക്കാവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ചമയ പ്രദർശനം, ഇങ്ങനെ വരിയായിട്ട് കുറേ പരിപാടികളാണ്. ഒരു എന്താ പറയുക, ബ്രേക്കില്ലാതെ 36 മണിക്കൂർ പൂരമാണ് തൃശ്ശൂർ പൂരം. ബാക്കി എല്ലാ പൂരങ്ങൾക്കും ബ്രേക്ക് വരുമല്ലോ. ഇവിടെ എന്തെങ്കിലും ചടങ്ങുകൾ നടന്നുകൊണ്ടേയിരിക്കും, ഒരു മുടക്കമില്ല.